ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യൻ വനിതാ താരം വിനേഷ് ഫോഗട്ടിന് അയോഗ്യത. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടെന്ന വിവരം. പരിശോധനയിൽ 100 ഗ്രാം ഭാരം കൂടുതലാണ് എന്നാണ് സൂചന. തിരിച്ചടി 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനൽ മത്സരം ഇന്ന് നടക്കാനിരിക്കുകയാണ്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരത്ത് ചേരുന്നു. ശരത്ത്, എന്തായാലും ഇന്ത്യക്ക് ഏറെ നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം ഗുസ്തിയിൽ വനിതാ താരത്തിൻ്റെ കടന്നുവരവ് വലിയ ആഘോഷമാക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യ. കാരണം ആ ഗുസ്തി ഇനത്തിൽ ഇന്ത്യ നേടുന്ന വലിയ നേട്ടമായിരുന്നു അത്. മെഡൽ ഉറപ്പിച്ചായിരുന്നു ഈ ഒരു മുന്നേറ്റം ഇന്ത്യ നടത്തിയത്. പക്ഷേ ഇന്ന് ഫൈനൽ നടക്കാനിരിക്കെ ഇന്ന് രാവിലെ വിനേഷ് ഫോഗട്ടിൻ്റെ ഭാരപരിശോധന നടത്തുമ്പോൾ 100 ഗ്രാം ഭാരം കൂടുതൽ എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അയോഗ്യതയും കൽപ്പിക്കപ്പെടുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ ശരത്ത്? വിനോദ്, നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം വിനേഷ് ഫോഗട്ടിനെ ഗുസ്തി ഫൈനലിൽ അയോഗ്യയാക്കി എന്നുള്ള വിവരം തന്നെയാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. താരത്തിന് ഇനിയൊരു സാധ്യതയും ഫൈനൽ കളിക്കാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നില്ല. താരത്തെ അയോഗ്യയാക്കി എന്നുള്ള വിവരം തന്നെയാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇന്ത്യൻ പരിശീലകൻ ഗുസ്തി വിനേഷ് ഫോഗട്ടിനെ പരിശീലിപ്പിക്കുന്ന പരിശീലകൻ തന്നെയാണ് ഈ ഒരു വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ളത്. താരത്തിന് 100 ഗ്രാം അധികം ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് താരത്തിന് മത്സരം അതായത് ഫൈനൽ പോരാട്ടം കളിക്കാൻ ഒരു സാഹചര്യമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. താരം നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന 3 പോരാട്ടങ്ങളും വിജയിച്ചുകൊണ്ടാണ് താരം ഫൈനലിലേക്ക് മുന്നേറിയത്. പ്രീ ക്വാർട്ടറിലും അതുപോലെ തന്നെ സെമിയിലും ഇന്നലെ നടന്ന ഈ 3 മത്സരങ്ങളിലും മികച്ച വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് താരം ചരിത്ര ഫൈനലിലേക്ക് മുന്നേറിയിരുന്നത്. ഒരു പക്ഷേ മെഡൽ നേടിയിരുന്നെങ്കിൽ ഗുസ്തിയുടെ ചരിത്രത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമായി വിനേഷ് ഫോഗട്ട് മാറിയിരുന്നതിനെ. പക്ഷേ ആ ഒരു സാഹചര്യമെല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. കാരണം താരത്തെ അയോഗ്യയാക്കി. ഭാരപരിശോധനയിൽ താരം പരാജയപ്പെട്ടു എന്നുള്ള വിവരം തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വിനേഷ് ഫോഗട്ട് ഫൈനലിൽ നേരിടേണ്ടിയിരുന്ന അമേരിക്കൻ താരമായ സാറ ഹിൽഡ്രബ്രാഡ് നേരിട്ട് സ്വർണ്ണ മെഡൽ ജേതാവാകും. അതുമാത്രമല്ല വെള്ളി മെഡൽ ഈ ഒരു ഇനത്തിൽ ഇനി ഉണ്ടായിരിക്കുകയില്ല. അതുമാത്രമല്ല വെങ്കല മെഡൽ പോരാട്ടവും നടക്കും. അത്തരത്തിൽ വിജയികളാകുന്നവർ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് വെങ്കല മെഡലും ലഭ്യമാക്കും. അല്ലാത്ത പക്ഷം സ്വർണ്ണ മെഡലും വെങ്കല മെഡലും മാത്രമേ ഈ ഒരു ഇനത്തിൽ ഇനി ഉണ്ടാവുകയുള്ളൂ. വെള്ളി മെഡൽ ഈ ഇനത്തിൽ ഇനി ഉണ്ടാവുകയില്ല. എന്തായാലും ഇന്ത്യ ഉറ്റുനോക്കിയിരുന്ന ഒരു മെഡൽ ഉറപ്പിച്ച ഒരു ഇനം തന്നെയായിരുന്നു ഗുസ്തിയുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ. എന്നാൽ ഈ ഒരു വിഭാഗത്തിൽ ഇന്ത്യക്ക് ഇപ്പോൾ മെഡൽ ലഭ്യമാകില്ല എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ 100 ഗ്രാം, കേവലം 100 ഗ്രാമിൻ്റെ വ്യത്യാസത്തിലാണ് താരത്തിന് ഈ ഒരു ഫൈനലിൽ കളിക്കാനുള്ള യോഗ്യത നഷ്ടമാകുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ തന്നെ മികച്ച പ്രകടനം താരം പുറത്തെടുത്തിരുന്നു. ആ ഒരു മത്സരത്തിന് തൊട്ട് മുമ്പ് നടത്തിയ ഭാരപരിശോധനയിലെല്ലാം താരം കൃത്യം 50 കിലോഗ്രാം തന്നെയായിരുന്നു താരത്തിൻ്റെ ഭാരം. ആ ഒരു സാഹചര്യത്തിലാണ് താരം കഴിഞ്ഞ ദിവസം നടന്ന പ്രീ ക്വാർട്ടറും സെമി അടക്കം കളിച്ചത്. എന്നാൽ ഈ ഒരു 3 മത്സരങ്ങൾക്ക് ശേഷം താരം സ്വയം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ 2 കിലോയിലധികം ഉണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വന്നത്. ആ ഒരു സാഹചര്യത്തിൽ താരം ഇന്ത്യൻ സംഘവും പരിശീലകൻ അടക്കമുള്ള സംഘങ്ങൾ താരവും കഠിനമായി തന്നെ പരിശ്രമിച്ചിരുന്നു ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി. താരം ഇന്നലെ ഉറക്കമളച്ച് ഇത്തരത്തിൽ കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തിയിരുന്നു. സൈക്ലിങ്ങും ജോഗിങ്ങും അടക്കമുള്ള വ്യായാമം താരം തുടർന്നു പോന്നിരുന്നു കഴിഞ്ഞ ദിവസം. ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായി താരത്തിന് ഭാരം കുറയ്ക്കാൻ സാധിച്ചെങ്കിലും 100 ഗ്രാം ഇപ്പോഴും അധികമായി തന്നെ തുടരുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒളിമ്പിക്സിൻ്റെ ഈ ഒരു ഗുസ്തി വിഭാഗത്തിൽ ഒരു പ്രത്യേക ഇനം, അതായത് പ്രത്യേക വെയിറ്റ് വിഭാഗം, ഭാരവിഭാഗത്തിലുള്ള മത്സരം വരുമ്പോൾ മത്സരത്തിന് തൊട്ടു മുമ്പ് കൃത്യമായി തന്നെ പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു പരിശോധന ഇന്ന് നടത്തിയപ്പോഴാണ് താരം 100 ഗ്രാം അധികമാണ് എന്ന് കണക്കാക്കുവാൻ സാധിച്ചത്. ആ ഒരു വിഭാഗത്തിൽ അത്തരത്തിൽ 100 ഗ്രാം അധികമായി എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് താരത്തെ ഇപ്പോൾ അയോഗ്യയാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രശസ്തമായ ഭാരവിഭാഗത്തിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ മത്സരത്തിന് തൊട്ട് മുമ്പ് എല്ലാ തവണയും ഇത്തരത്തിൽ ഭാരം നോക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ അതായത് ഏകദേശം 30 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഭാരപരിശോധനയാണ്. അത്തരത്തിൽ നോക്കിയ സമയത്താണ് ഇത്തരത്തിൽ താരത്തിന് 100 ഗ്രാം അധികം ഉണ്ടായി എന്നുള്ള ഒരു വിവരം വരുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഭാരപരിശോധനയ്ക്ക് തൊട്ട് മുമ്പായി മെഡിക്കൽ പരിശോധന അടക്കം നടക്കും. ആദ്യ ദിവസം, അതായത് മത്സരത്തിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് ഈ ഗുസ്തി താരങ്ങളെല്ലാം വിധേയരാകണം. ഫൈനലിലും ഏത് മത്സര ഇനമാണോ ആ മത്സര ഇനത്തിന് തൊട്ട് മുമ്പ് താരങ്ങളെല്ലാം അത്തരത്തിലൊരു മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാകണം. ഇത്തരത്തിൽ ആ ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഭാരപരിശോധന നടക്കുക. ആ ഒരു ഭാരപരിശോധനയിൽ ഈ ഒരു ഭാരപരിശോധനയോടൊപ്പം തന്നെ അവിടെ ഇവരുടെ ലൈസൻസും അക്രഡേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് പരിശോധിക്കും. കാരണം ഇത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒളിമ്പിക്സ് ഗുസ്തി മാത്രമല്ല ഏതൊരു കായിക ഇനമാണെങ്കിൽ കൂടിയും ചെറിയ ഒരു കാര്യമുണ്ടെങ്കിൽ തന്നെ അയോഗ്യയാവാനുള്ള സാഹചര്യം നിരവധിയാണ്. അപ്പോൾ ഒരു സാധ്യതയുമില്ലാതെ കൃത്യമായി തന്നെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു സാധ്യത പോലും
ചെറിയ രീതിയിൽ തന്നെ അവർ ഫൈനലിലേക്ക്, അതായത് ചെറിയ രീതിയിൽ തന്നെ അത് പുറത്താകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പുറത്താക്കുക തന്നെ ചെയ്യും. കാരണം അത്രയും കഠിനമായ രീതിയിലുള്ള പരിശോധന ഫലങ്ങൾ തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഗുസ്തിയുടെ മറ്റ് മെഡിക്കൽ പരിശോധനകളടക്കം നമുക്കറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് നഖത്തിന്റെ കാര്യം എല്ലാം ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ചെറിയ രീതിയിൽ നഖം വളർന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇത്തരത്തിലൊരു അയോഗ്യയാക്കുക എന്നുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ ചെറിയ അണുവിട തെറ്റാതെയുള്ള പരിശോധനയാണ് ഇത്തരത്തിൽ ഒളിമ്പിക്സ് ഈ ഗുസ്തി വിഭാഗത്തിലടക്കം നടത്തുന്നത്. താരങ്ങൾ പൂർണ്ണമായും മത്സരത്തിന് സജ്ജമാണ്, അല്ലെ പൂർണ്ണമായും യോഗ്യത ഉണ്ട് എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ ഇത്തരത്തിൽ താരങ്ങളെ ആ ഒരു മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കുകയുള്ളൂ. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ താരം പക്ഷെ പരാജയപ്പെടുന്നത് ഭാരത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടാണ്. താരം 100 ഗ്രാം എന്ന് പറയുന്ന ഒരു കേവലം 100 ഗ്രാമിന്റെ വ്യത്യാസത്തിലാണ് താരം അയോഗ്യയാക്കപ്പെടുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ 1 ഗ്രാമെങ്കിലും അധികമുണ്ടെങ്കിൽ കൂടിയും താരത്തിന് ഒരിക്കലും ഇത്തരത്തിലൊരു മത്സര വേദിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, നേരിട്ട് അയോഗ്യയാക്കും. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത്. 100 ഗ്രാം അധികമായ സാഹചര്യത്തിൽ താരത്തെ അയോഗ്യയാക്കുകയാണ്. ഈ ഒരു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു മത്സരത്തിന് ശേഷം നടത്തിയ സ്വയം നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികം താരത്തിന് ഭാരമുണ്ടായിരുന്നു. എന്നാൽ താരം കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ കഠിന പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് താരത്തിന് ആ 2 കിലോയിൽ നിന്നും അതൊരു 100 കിലോയിലേക്ക് താരത്തിന് എത്തിക്കുവാൻ സാധിച്ചത്. ഒരു പക്ഷേ താരം 100 ഗ്രാമിലേക്ക് എത്തിക്കുവാൻ സാധിച്ചത്. എന്തിനും ആ 100 ഗ്രാമിന്റെ ഒരു വ്യത്യാസത്തിൽ താരം ഇപ്പോൾ അയോഗ്യയാക്കി എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ താരത്തിന് ഇനി ഫൈനൽ മത്സരം കളിക്കുവാൻ സാധിക്കുകയില്ല. നമുക്കറിയാവുന്ന പോലെ താരം സാധാരണയായി പങ്കെടുത്തുകൊണ്ടിരുന്നത് 53 കിലോഗ്രാം വിഭാഗത്തിലാണ്. പക്ഷേ ഈ ഒരു പാരീസ് ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ വിനേഷ് ഫോഗട്ടിന് യോഗ്യത ലഭിച്ചത് 50 കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു. ഒരു പക്ഷേ 53 കിലോഗ്രാം വിഭാഗത്തിലായിരുന്നുവെങ്കിൽ താരത്തിന് ഇപ്പോഴും മത്സരത്തിലേക്ക് സജീവമായി തന്നെ എത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം താരത്തിന്റെ 52 കിലോയിലധികം താരത്തിനുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് 53 കിലോഗ്രാം വിഭാഗത്തിലാണ് താരം നേരത്തെയും കളിച്ച്, അതായത് മത്സര വിഭാഗത്തിൽ താരം പങ്കെടുത്തുകൊണ്ടിരുന്നത് 53 കിലോഗ്രാം വിഭാഗത്തിലാണ്. ഈ പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ടിന് യോഗ്യത ലഭിച്ചത് 50 കിലോഗ്രാം വിഭാഗത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ താരത്തിന് 50 കിലോയിലും 100 ഗ്രാം അധികമുണ്ട് എന്നുള്ളൊരു സാഹചര്യം മുൻനിർത്തി താരത്തെ അയോഗ്യയാക്കി എന്നുള്ള ഒരു വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒളിമ്പിക്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കായിക മന്ത്രി അടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തെങ്കിലും ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിൽ താരത്തിനെ കളിക്കുവാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു ചർച്ചകൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനായാലും അയോഗ്യയാക്കി എന്നുള്ള വാർത്ത തന്നെയാണ് ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഒരു മാറ്റവും വരാൻ സാധ്യതയില്ലെങ്കിലും ഇന്ത്യൻ സംഘം പരമാവധി തങ്ങളാൽ കഴിയുന്ന വിധം ശ്രമിക്കുന്നുണ്ട്. താരത്തിന് ഫൈനൽ കളിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാവിധമായ ശ്രമങ്ങളും ഇന്ത്യൻ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിന്റെ ഗുസ്തിയുടെ ഫൈനലിൽ എത്തുന്ന താരം കൂടിയാണ് വിനേഷ് ഫോഗട്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ചരിത്ര ഫൈനലായിരുന്നു. ആ ഫൈനൽ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി സ്വർണം നേടുന്ന ആദ്യ ഗുസ്തി താരവും അതുപോലെ തന്നെ വനിതാ താരവുമായി മാറാൻ വിനേഷ് ഫോഗട്ടിന് സാധിക്കുമായിരുന്നു. അത്തരത്തിൽ നിരവധി ചരിത്ര നേട്ടങ്ങളിലേക്ക് താരത്തിന് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ചരിത്ര നേട്ടവും എല്ലാം താരത്തിന് ഇപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഗുസ്തിയിൽ ഇതിനു മുമ്പ് ഫൈനലിൽ പുരുഷ താരങ്ങളായ സുശീൽ കുമാറും അതുപോലെ തന്നെ രവികുമാർ ദഹിയും മാത്രമാണ് ഫൈനൽ പ്രവേശിച്ചിട്ടുള്ള പുരുഷ താരങ്ങൾ. വനിതാ താരങ്ങൾ ആരും ഇതിനു മുമ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടില്ല. എന്നാൽ വെങ്കല മെഡൽ അടക്കം നേടുന്ന ഒരു സാഹചര്യം വനിതാ താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സാക്ഷി മാലിക്കാണ് ആദ്യ മെഡൽ നേടുന്നത് വനിതകളുടെ ഗുസ്തി വിഭാഗത്തിൽ. അതിനുശേഷം വിനേഷ് ഫോഗട്ടിനും ഇത്തരത്തിലൊരു അവസരം വന്നിരുന്നതാണ്. കാരണം അത് വെങ്കലവുമല്ല, വെള്ളിയോ അല്ലെങ്കിൽ സ്വർണമോ മെഡൽ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയും പരാജയപ്പെട്ടുകൊണ്ടല്ല താരം പുറത്താകുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഗുസ്തി നമുക്കറിയാവുന്ന പോലെ തന്നെ ഏതൊരു കായികമാണെങ്കിൽ തന്നെയും അതൊരു അണുവിട തെറ്റാതെ അവർ പരിശോധന കൃത്യമായി തന്നെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് വളരെ വ്യക്തമാണ്. കാരണം ഇത്തരത്തിൽ ഇന്ത്യയുടെ വലിയ പ്രതീക്ഷയാണ്, വാനോളം ഉയർന്നു നിന്ന പ്രതീക്ഷയാണ് ഇന്നത്തെ യോഗ്യതാ പരിശോധനയിൽ തകർന്നു പോയത്. വിനേഷ് ഫോഗട്ട് ഭാരപരിശോധനയിൽ പുറത്താവുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും കൃഷ്ണരാജ് കൂടി ചേരുകയാണ്. കൃഷ്ണരാജ്, ഇത്തരം ഘട്ടങ്ങളിൽ എന്തെങ്കിലും അപ്പീലിന് സാധ്യതയുണ്ടോ? കാരണം ഇപ്പോൾ ഈ ഭാരത പരിശോധന നേരത്തെ ശരത്ത് പറയുകയായിരുന്നു, വളരെ കർശനമായ പരിശോധനയാണ്. ഒളിമ്പിക്സ് പോലെ നമുക്കറിയാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന ഒളിമ്പിക്സ് നടക്കുന്ന ഭാരപരിശോധനയിലൊന്നും ആർക്കും സംശയം വരാൻ വഴിയില്ല. പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ എന്തെങ്കിലും അപ്പീലിന് സാധ്യതയുണ്ടോ? എവിടെയെങ്കിലും 1% നമ്മൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വക ഉണ്ടോ ഇക്കാര്യത്തിൽ കൃഷ്ണരാജ്? സാധ്യത ഒട്ടുമില്ല എന്ന ഒറ്റ വാചകത്തിൽ പറയേണ്ടി വരും. കാരണം അത്രയേറെ കർശനമായ സാഹചര്യങ്ങൾക്ക് നടുവിലാണ് ഓരോ ഒളിമ്പിക്സും നടക്കാറ്. അതിൽ അട്ടിമറി സാധ്യതകളൊന്നും കൽപ്പിക്കേണ്ടതില്ല. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി PT ഉഷയുമായി ഫോണിൽ സംസാരിച്ചു. ശക്തമായ സമ്മർദ്ദം ചെലുത്തണം, ഇന്ത്യയുടെ സമ്മർദ്ദം അവിടെ ഉണ്ടാകണം എന്ന് മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ
മുറിവേറ്റ് വീഴാതെ ശക്തിയായി തിരിച്ചു വരൂ എന്ന് വിനേഷ് ഫോഗട്ടിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്വാസവാക്കുകളായി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിലപാടുകൾ അവിടേക്ക് പോയിട്ടുണ്ട്. ഡൽഹിയിൽ കായിക മന്ത്രി നടത്താനിരുന്ന പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ ഇന്ത്യ എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും സർക്കാരും കൃത്യമായ നിലപാടുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് എത്ര കണ്ട് ഫലിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. ഇനി സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു സ്പോർട്സ് ഇവന്റ് ആണ്. അത്രയേറെ ഗൗരവത്തോടെ, കൃത്യതയോടെ, വ്യക്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഒളിമ്പിക്സിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസവും ഭാരപരിശോധന നടന്നുവല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നലെ എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇന്നലെ 50 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാൻ യോഗ്യയാണ് വിനേഷ് ഫോഗട്ട് എന്ന് ഭാരപരിശോധനയിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് അവർ മത്സരത്തിനിറങ്ങിയതും ആവേശ പോരാട്ടത്തിനൊടുവിൽ വിജയിച്ച് ചരിത്രത്തിലാദ്യമായി ഗോദയിൽ ഒളിമ്പിക്സിൽ ഒരു വനിത ഫൈനലിൽ പ്രവേശിച്ചതും. നമ്മളത് വളരെ ആവേശത്തോടെ കണ്ട് അവരുടെ വരവും അങ്ങനെയായിരുന്നു. കാരണം ലോക 1 സീഡിന് 1 നമ്പർ താരത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സെമിയിലേക്ക് വന്നത്. സെമിയിലും മികച്ച വിജയം നേടി ഫൈനലിലേക്ക് എത്തുന്നു. അപ്പോൾ ഇന്നലെ ഇന്ത്യ സ്വപ്നം കണ്ടത് മുഴുവൻ, ഇന്നിപ്പോഴും ഈ പകൽ നേരത്തും സ്വപ്നം കണ്ടിരുന്നത് മുഴുവൻ വിനേഷ് ഫോഗട്ട് സ്വർണമണിഞ്ഞ് പോഡിയത്തിൽ തലയുയർത്തി നിൽക്കുന്നു, ദേശീയഗാനം പിന്നിൽ കേൾക്കുന്നു, ആനന്ദ കണ്ണീർ പൊഴിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഒരു കാത്തിരിപ്പിലേക്കുള്ള പകലിൽ തന്നെ അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. രാജ്യത്തിനാകെ നിരാശയുണ്ടാകുന്നു. വിനേഷ് ഫോഗട്ട് 100 ഗ്രാം ഭാരക്കൂടുതൽ കാരണം അയോഗ്യയാക്കപ്പെടുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. വിനേഷ് ഫോഗട്ട് അവസാന സ്ഥാനക്കാരിയായി രേഖപ്പെടുത്തപ്പെടും. വിനേഷ് ഫോഗട്ടിന്റെ പേര്, അതായത് ഒന്നാമതായി തലയുയർത്തി നിൽക്കേണ്ട ഒരാൾ അവസാന സ്ഥാനക്കാരിയാകുന്നതിന്റെ നിരാശ എന്തെന്ന് നമുക്ക് ഓർക്കാവുന്നതേയുള്ളൂ. ഏതായാലും ഭാരതത്തിന്റെ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഗോദയിൽ നിന്ന് നമ്മൾ കേട്ടത്. പക്ഷേ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കൃത്യമായി നിലയുറപ്പിച്ചു നിന്ന് ഇടപെടേണ്ട ഇടങ്ങളിൽ ഇടപെട്ട് സമ്മർദ്ദം ചെലുത്താൻ നിർദ്ദേശം നൽകി, സ്വയം സമ്മർദ്ദം ചെലുത്തി ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഒളിമ്പിക്സ് ശീലങ്ങൾ പ്രകാരം അല്ലെങ്കിൽ ഒളിമ്പിക്സിന്റെ നിബന്ധനകൾ പ്രകാരം സാധ്യമല്ലാത്തത് ഇനി എങ്ങനെ സാധിക്കും എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. വിനോദ്, വളരെ വ്യക്തമാണ് കൃഷ്ണരാജ്. കാരണം വളരെ സങ്കടകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഗുസ്തിയിലെ വനിതാ താരം വിനേഷ് ഫോഗട്ടാണ് ഇത്തരത്തിൽ അയോഗ്യതയോടുകൂടി പുറത്തു പോകുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കൂടി ചേരുകയാണ്. നിഖിൽ, ഈ നമ്മുടെ ഈ കായിക പ്രേമികളുടെ ഒരു സംശയം, ഇത്തരത്തിൽ അയോഗ്യത നേടുമ്പോൾ അവസാനക്കാരിയായി മാറുന്ന ഒരു രീതി, അതിൻ്റെ സാങ്കേതിക വശം കൂടി ഒന്ന് പറയാമോ? കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ടീമിന് മത്സരത്തിൽ പങ്കെടുക്കാതെ വരുമ്പോൾ തൊട്ടു പിന്നിൽ നിൽക്കുന്ന ആൾ ആ ഒരു നിലയിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ വാർത്ത പങ്കിടുന്നത് വിനേഷ് ഫോഗട്ട് ഈ മത്സരത്തിലെ ഏറ്റവും അവസാനക്കാരിയായി മാറുന്നു. അതിൻ്റെ സാങ്കേതിക വശം കൂടി ഒന്ന് പറയാൻ കഴിയുമോ നിഖിൽ? വിനോദ, തീർച്ചയായും. കാരണം ഈ ഒരു മത്സരത്തിന്റെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ മത്സരത്തിന് അതായത് 2 ദിവസങ്ങളിലായി നടക്കുന്ന ആ ഒരു മത്സരങ്ങളിൽ 2 ദിവസവും ഭാരപരിശോധന നിർബന്ധമാണ്. ഇതിലേതെങ്കിലും ദിവസത്തെ പരിശോധനയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ നിയമം എന്ന് പറയുന്നത്. അതായത് 2 ദിവസവും, അതായത് ഇപ്പോൾ ഇന്നലെ വിനേഷ് ഫോഗട്ട് മത്സരിച്ചു, സെമി വരെ എത്തി, ഫൈനലിലേക്ക് മുന്നേറുന്ന കാഴ്ചയുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെയും പരിശോധന ഉണ്ടായിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിന് മുൻപും, അതായത് 2 ദിവസങ്ങളിലും മത്സരം നടക്കുന്നതിന്റെ അതേ ദിവസം രാവിലെ ഭാരപരിശോധന നിർബന്ധമായി തന്നെ നടത്തും. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പരാജയപ്പെടുകയാണെങ്കിൽ, ഇന്നലത്തെ ഒരു പരിശോധനയിൽ പരാജയപ്പെടുകയായിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ പുറത്താകുമായിരുന്നു. അതിന് വ്യത്യസ്തമായി ഇന്നത്തെ പരിശോധനയിലാണ് ആ ഒരു പരിശോധന. ഇപ്പം 50 കിലോ എന്നുള്ളതിൽ 100 ഗ്രാം കൂടി അധികമായി വന്നിരിക്കുന്നു. അങ്ങനെ ഇന്ന് രാവിലെ നടന്ന പരിശോധനയിലാണ് അങ്ങനെ 100 ഗ്രാം അധികമായി കണ്ടെത്തിയത്. വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു പരിശോധനയിൽ ഈ അനുവദനീയമായ ആ ഒരു ഇതിന് മുകളിലേക്ക്, ഭാരത്തിന് മുകളിലേക്ക് ഭാരം അത് 1 ഗ്രാമോ 2 ഗ്രാമോ ആണെങ്കിൽ പോലും അതുപോലും അയോഗ്യതയായി കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു പട്ടികയിലെ അവസാന സ്ഥാനത്തേക്ക്
നീങ്ങുന്ന കാഴ്ച. അങ്ങനെയാണ് അതിന്റെ നിയമമുള്ളത്. അയോഗ്യത എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ ഈ ഒരു വെള്ളി മെഡൽ നമ്മൾ നേരത്തെ ഇന്നലെ വാർത്ത കൊടുത്തിരുന്ന പോലെ വെള്ളി മെഡൽ ഉറപ്പിച്ചു എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഒരു വെള്ളി മെഡൽ അയോഗ്യത അങ്ങനെയാണ്. അതായത് ഈ ഒരു ഇനത്തിൽ സ്വർണവും വെങ്കലവും മാത്രമാണ് ഉണ്ടാവുക, വെള്ളി ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് നേരത്തെ അവിടെ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച്, അനൌദ്യോഗികമായി ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഇന്നലത്തെ മത്സരത്തിൽ, അതായത് മത്സരത്തിന് ശേഷം ഇടവേളകളിൽ എടുത്ത ചില അതായത് റീഫ്രഷ്മെന്റുകളിൽ ശേഷം മത്സരത്തിന് ശേഷം ഭാരം 52 കിലോയോളം കൂടി എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന അനൌദ്യോഗികമായ വിവരം. അങ്ങനെ മത്സരത്തിന് ശേഷം രാത്രിയിലും ഇന്ന് പുലർച്ചെയും കഠിനമായ പരിശ്രമത്തിലാണ് 52-ൽ നിന്നും 50-ലേക്ക് ഭാരം കുറയ്ക്കാനുള്ള ശ്രമം വിനയ് ഫോഗട്ട് നടത്തിയത്. അത് ആണ് 100 ഗ്രാം വ്യത്യാസത്തിൽ ഇന്ന് എത്തിയത്. 50 കിലോയും 100 ഗ്രാമും അധികമായി. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 52 കിലോയോളം ഇന്നലെ മത്സരത്തിന് ശേഷം വിനയ് ഫോഗട്ടിന് ഭാരം ഉയർന്നിരുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ നിന്നാണ് ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും കഠിനമായി പരിശ്രമം നടത്തിക്കൊണ്ട് അത് വെയിറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇന്ന് രാവിലത്തെ ആ ഒരു പരിശോധനയ്ക്ക് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് രാവിലെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ തന്നെ ഈ ഒരു 100 ഗ്രാം അധികം എന്ന് കണ്ടെത്തിയിരുന്നു. അത് കണ്ടെത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ വിനയ് ഫോഗട്ടിനൊപ്പമുള്ള പരിശീലകനൊപ്പം ടീമിൻ മാനേജറും കുറച്ച് സമയം കൂടി അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്ന ആവശ്യം നിഷേധിച്ചുകൊണ്ട് ഇനി സമയം, നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അങ്ങനെ ആ ഒരു താരത്തിന് അവിടുന്ന് മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ അനുവദിച്ചാലും 100 ഗ്രാം തൂക്കം കൂടുതലുള്ള സാഹചര്യത്തിൽ വിനീഷ് ഫോഗട്ട് മെഡൽ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഈ ഒരു ഗുസ്തിയുടെ ചട്ടപ്രകാരം വിനീഷ് ഫോഗട്ടിന് അയോഗ്യ ആകുന്ന ഒരു കാര്യമുണ്ട്. എന്തായാലും തീരുമാനം പുനഃപരിശോധിക്കണം എന്ന ഇന്ത്യയുടെ ആവശ്യം രാജ്യാന്തര ഒളിമ്പിക് അസോസിയേഷൻ തള്ളിയിട്ടുണ്ട്. അതിനെതിരെ ഇന്ത്യ കടുത്ത പ്രതിഷേധത്തിലുമാണ്. ഒരു ഔദ്യോഗികമായി ഒളിമ്പിക് അസോസിയേഷന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ, അതായത് വിനയ് ഫോഗട്ടിന്റെ സ്വകാര്യതയെ മാനിക്കണം എന്ന തരത്തിൽ മാധ്യമങ്ങൾക്കടക്കം ഒരു ചെറിയ നിർദ്ദേശം അവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. വിനോദ്, തീർച്ചയായും ഇത്തരം ഈ അയോഗ്യത നേരത്തെ ഒളിമ്പിക്സിന്റെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഇതിനു മുമ്പും ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും തിരിച്ചടികൾ ഇതിനു മുമ്പ് ഇന്ത്യക്ക് നേരത്തെ അങ്ങനെ ഓർത്ത് എടുക്കുന്നുണ്ടോ നിഖിൽ? ഇതിനു മുമ്പും മറ്റ് മത്സരങ്ങൾ ഏതിലെങ്കിലും ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ, മുൻകാല ചരിത്രം അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ നിഖിൽ? വിനോദ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ അതായത് ഈ ഒരു രീതിയിലുള്ള അയോഗ്യതകൾ വന്നിട്ടില്ല. മറ്റു പല രീതിയിലുള്ള ഇത് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു രീതിയിലുള്ള അയോഗ്യത വന്നിട്ടില്ല. ഇതിലെടുത്ത് പറയേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, ശരത്ത് പറഞ്ഞൊരു കാര്യം തന്നെയുണ്ട്. അതായത് വിനയ് ഫോഗട്ട് കുറെ നാളുകളായി മത്സരിച്ചു കൊണ്ടിരുന്നത് 53 കിലോ ആ ഒരു ഭാരം എന്നുള്ള ആ ഒരു വിഭാഗത്തിലായിരുന്നു. അവിടെ നിന്നാണ് താരം കഴിഞ്ഞ കുറച്ച് നാളുകൾ മാത്രമായിട്ടേ ഉള്ളൂ ഈ ഒരു 50 കിലോയിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നൊരു കാര്യമാവാം എന്നും നമുക്ക് അനുമാനിക്കേണ്ടത്. എന്തായാലും ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അങ്ങനെ ഈ ഒരു രീതിയിൽ ഇതിനു മുൻപ് അയോഗ്യത കൽപ്പിക്കപ്പെട്ടതുമായ ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് നിലവിൽ ലഭ്യമല്ല. വിനോദ്, തീർച്ചയായും വളരെ വ്യക്തമാണ്. കാരണം ഇന്ത്യക്ക് ഉണ്ടായ തിരിച്ചടി നമ്മൾ പറയുന്നതിനും അപ്പുറമാണ്. കാരണം വെള്ളി മെഡൽ ഉറപ്പിച്ചിരുന്ന വനിതാ ഗുസ്തി താരത്തിലാണ് ഭാര പരിശോധനയിൽ 100 ഗ്രാം അധികമായതിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വരുന്നത്. ശരത്ത് വീണ്ടും ചേരുകയാണ്. ശരത്ത്, ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഗുസ്തി ഇനത്തിൽ ഇത്തരത്തിലുള്ള മത്സരത്തിൽ നിന്ന് വിനേഷ് ഫോഗട്ട് പിന്മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് PT ഉഷ MP സംസാരിച്ച് ഇത് ഒളിമ്പിക് അസോസിയേഷൻ നേരിട്ട് ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത്തരം ഘട്ടങ്ങളിൽ ഈ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുണ്ടായാൽ ഇക്കാര്യത്തിൽ വീണ്ടും ഒരു ഭാരപരിശോധനയ്ക്കുള്ള സാധ്യതകൾ അതില്ല എന്ന് തന്നെയാണ് കൃഷ്ണരാജും പറഞ്ഞു വെക്കുന്നത്. എങ്കിലും ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വീണ്ടും പരിശോധന നടത്തുന്ന സാഹചര്യമൊക്കെ ഒളിമ്പിക്സിൽ നടപ്പുള്ളതാണോ ശരത്ത്? വിനോദ്, നമ്മൾ എല്ലാ ഇന്ത്യക്കാരും ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി എന്തെങ്കിലും ഒരു സാധ്യത മുന്നിലുണ്ടോ? കാരണം കയ്യിൽ കിട്ടിയ ഒരു മെഡൽ തന്നെയായിരുന്നു അത് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ കായിക പ്രേമികളും അതുപോലെ തന്നെ ഇന്ത്യൻ ആരാധകരും മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഇനി ഇവിടെ ഒരു പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഒരു സാധ്യതയും ഇനി കൽപ്പിക്കാനാകില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കാരണം ഇത്തരത്തിൽ വിനേഷ് ഫോഗട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഗുസ്തിയിലെ മാത്രമല്ല ഒളിമ്പിക്സിലെ ചട്ടപ്രകാരം ഒരു സാധ്യത പോലും ഇനി ലഭിക്കില്ല. കാരണം വളരെ കർശനമായ
നിയമങ്ങൾ തന്നെയാണ് ഗുസ്തിയിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇനി താരത്തിന് ഫൈനലിലേക്ക് യോഗ്യത ലഭിക്കില്ല, താരത്തെ അയോഗ്യയാക്കി എന്നുള്ള കാര്യം തീരുമാനിച്ചതാണ്. അതിൽ ഇനി പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഒളിമ്പിക്സ് കമ്മിറ്റി, ഒളിമ്പിക്സ് അസോസിയേഷൻ അടക്കം മുന്നോട്ട് വെക്കുന്നത്. അതുമാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം നരേന്ദ്രമോദി അടക്കമുള്ള താരങ്ങൾ നേരിട്ട് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത ഇനി ഉണ്ടോ എന്നുള്ള കാര്യം ഇനി പരിശോധിക്കണം. ഏതായാലും ഇന്ത്യൻ താരങ്ങൾ ആദ്യമായി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം ഏതായാലും ഒളിമ്പിക്സ് കമ്മിറ്റി നിരസിച്ചിരിക്കുകയാണ്. കാരണം ചട്ടം അതുപോലെ തന്നെ മുന്നോട്ട് പോകും. കാരണം ഒരു താരത്തിന് വേണ്ടി ചട്ടം നമുക്ക് മാറ്റുവാൻ സാധിക്കുന്ന കാര്യമില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ അത് ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് തന്നെ അതൊരു എതിരെ വരുന്ന ഒരു രീതി തന്നെയാവും. എന്തിനായാലും ആ ഒരു തരത്തിൽ ഒരു താരത്തിന് വേണ്ടി പ്രത്യേക രീതിയിൽ ചട്ടം മാറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല. ചട്ടം എല്ലാ താരങ്ങൾക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ വിനേഷ് ഫോഗോട്ടിന് സംഭവിച്ചിട്ടുള്ളത്. ഈ ഗുസ്തിയുടെ ഒരു റൂൾ നിയമപ്രകാരം അത് എല്ലാ മത്സരത്തിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലുള്ള പരിശോധന നിർബന്ധമാണ്. ആ ഒരു പരിശോധനയിൽ അത്തരത്തിൽ നമുക്ക് കൃത്യമായ ഭാരം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഭാരത്തിൽ അധികമാണെങ്കിൽ പുറത്താകുന്ന ഒരു സാഹചര്യം, അല്ലെ അയോഗ്യയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. നമ്മളിവിടെ 100 ഗ്രാമാണ് അധികമായി കണക്കാക്കപ്പെടുന്നത്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, 100 ഗ്രാമിൻ്റെ ഒരു പേരിലാണ് താരത്തെ പുറത്താക്കുന്നത്. ഇത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം. കാരണം അത് ഏറ്റവും അധികം അത്തരം ചോദ്യങ്ങൾ വരുന്നതും ഇന്ത്യൻ ആരാധകരും ഇന്ത്യൻ കായിക പ്രേമികളും തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ആ ഒരു വികാരം സ്വർണത്തിനടുത്തെത്തിയ ഒരു മെഡലാണ്. പക്ഷേ 100 ഗ്രാം എന്നല്ല, കേവലം 50 കിലോയിൽ 1 ഗ്രാം പോലും അധികമായി വന്നാൽ അത് അയോഗ്യതയ്ക്കുള്ള ഒരു അയോഗ്യത ആക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ 100 ഗ്രാമാണ് അധികമായിട്ടുണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ടത് 100 ഗ്രാമിലേക്ക് തീർച്ചയായും വനിതാ താരം വിനേഷ് ഫോഗട്ട് ഇത്തരത്തിൽ 100 ഗ്രാം അധികമായി ഭാരപരിശോധനയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒളിമ്പിക്സിൽ നിന്നും പുറത്താവുകയാണ്. ആ ഗുസ്തി ഇനത്തിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരിയായി മാറുന്നു എന്നുള്ളതാണ്. വിനേഷ് ഫോഗട്ടിൻ്റെ അച്ഛൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് അച്ഛൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. क्या कहेंगे विनेश का मामला? देखिए कुछ कहने के लिए कुछ बचा नहीं मेरे पास। तो आज थी सारे देश की थी तो गोल्ड मेडल पर और नजदीक जाके वो तो डिस्क्वालीफाई कर दी। मैं तो माँ बाप मेरे को तो दुख है, लेकिन सारे हिंदुस्तान को इस चीज़ का बड़ा दुख है जिसने पूरी आस उम्मीद थी जो गोल्ड मेडल किया और वो नजदीक जा कर के जो हो गया तो सारे देश को दुख है चीज़। ऐसा कोई रूल है जो 100 ग्राम वजन बढ़ने से एक जो मेरे को पता लगा बजरंग योग संहिता से बात हुई थी तो 150 ग्राम वजन फालतू था, वो वजन नहीं आया तो इस वजह डिस्क्वालीफाई कर दी। അച്ഛൻ്റെ വേദനയോടെയുള്ള വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഹരിയാന സ്വദേശിയായ അച്ഛന് വാക്കുകൾ പോലും പൂർത്തീകരിക്കാൻ ആവുന്നില്ല. അത് ഇന്ത്യയിലെ മുഴുവൻ കായിക പ്രേമികളുടെയും സങ്കടം തന്നെയാണ് ഈ വാർത്തകൾ.